ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒത്തിരി പരിപാടികളുണ്ട്. ഒന്ന് ഒരുങ്ങിയാലോ? ഇതാണ് കേട്ടോ എൻ്റെ കോലം. പൊട്ടും ഐലൈനറും സിന്ദൂരവും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സിമ്പിളായിട്ട് ഒരുങ്ങാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് അറിയണ്ടേ? നമ്മൾ തിരുനക്കര കഴിഞ്ഞ പകൽപ്പൂരമൊക്കെ ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ പറഞ്ഞാൽ അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഉത്സവം തീരുന്നതിന് മുന്നേ ഒന്ന് പോകാമെന്ന് ഓർത്ത് ഞങ്ങൾ പോവുകയാണേ. കിച്ചിക്കുട്ടിനെയും കാശിക്കുട്ടിനെയൊക്കെ നേരത്തെ തന്നെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സംഭവമൊക്കെ കാണേണ്ടത് എന്നാന്നൊക്കെ ഞാനിപ്പോൾ പറയാവേ. അപ്പം ഞങ്ങൾ വേണ്ട അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. രാവിലെ പിന്നെ ക്യാമറയായിട്ട് വരുമ്പോഴേ രാവിലെ ഓടും. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്ന് തിരുനക്കരയുടെ വാതിക്കയുള്ള ഗണപതിയുടെ വിഗ്രഹം വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അമ്പലത്തിനകത്തോട്ട് ഞങ്ങൾ കയറിയില്ല കേട്ടോ. നമ്മുടെ വെളിയിൽ തന്നെയാണ് നിന്നത്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് അങ്ങനെ കയറാനായിട്ട് പോവുകയാണ്. ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണാനായിട്ട്. കിച്ചുവും കാശിയും വഴക്കും നിർബന്ധവും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഒന്നും വാങ്ങിക്കാൻ വേണ്ടി. നേരത്തെയൊക്കെ കിച്ചുക്കുട്ടിനെ കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അവൻ എല്ലാത്തിനും കിടന്ന് ബഹളം വെക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ വാങ്ങിച്ച് കൊടുക്കുന്ന ശീലമൊക്കെ പതുക്കെ നിർത്തി അവനെ നിർബന്ധത്തിൽ നിന്നൊക്കെ പതുക്കെ കൊണ്ടുവരുവാണ് കേട്ടോ. അതുകൊണ്ട് അവൻ ഇപ്പം അങ്ങനെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഒന്നും വാശി പിടിക്കാറില്ല. അവൻ്റെ സ്വഭാവമൊക്കെ മാറി വരുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒന്ന് കണ്ടതിന് ശേഷം വരുമ്പോഴത്തേക്കിനും ബബിൾസ് കണ്ടപ്പോൾ കിച്ചുകൊണ്ട് അവിടെ ഒന്ന് നിന്ന് കേട്ടോ. പക്ഷേ എന്നാൽ വേണമെന്നൊന്നും പറഞ്ഞില്ലേ. അപ്പോൾ എന്നാൽ അത് വാങ്ങിക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞത്തേക്കിനും പിന്നെ ഓർത്ത് അതിനകത്ത് നമ്മൾ ബാറ്ററി ഇടുന്നതാണേ. ബാറ്ററി ഇട്ട് അതിന് 130 രൂപ. പിന്നെ അതിൻ്റെ ലിക്വിഡ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. കഴിഞ്ഞ തവണ ഇതുപോലെ വാങ്ങിച്ചിട്ട് വെറുതെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പൊട്ടിച്ച് കളയുമായിരുന്നു കേട്ടോ, എറിഞ്ഞ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് വേണ്ടെന്ന് വെച്ച്. അപ്പോൾ ആ നമ്മുടെ ഹിന്ദിക്കാരനെ അതൊന്ന് കാണിച്ചു കൊടുക്കുവാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അവൻ ചെയ്തിട്ട് ശരിയായില്ലായിരുന്നേ. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പറഞ്ഞ മോനെ അത് വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ശ്രദ്ധ അങ്ങ് മാറ്റി കേട്ടോ. കാരണം അത് മേടിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കിനുള്ള ലിക്വിഡും കമത്തിക്കളയും, പിന്നെ ആ തോക്കും എറിഞ്ഞ് പൊട്ടിക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇതുകൊണ്ട് എവിടെ നോക്കിയാലും ബേൽപൂരിയാണ് കേട്ടോ. ഉത്സവ സ്ഥലത്ത് ബേൽപൂരി ഭയങ്കര ഒരു വികാരമാണ് അല്ലേ. ഞങ്ങൾ എവിടെ പോയാലും അത് കാണുവാണെങ്കിൽ വാങ്ങിക്കാറുണ്ടേ. ഞങ്ങൾക്ക് 3 പേർക്കും അതിഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ കാണിക്കാൻ വാങ്ങിക്കുന്നതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തോക്ക് കണ്ട് നമ്മുടെ മുമ്പേ ബബിൾസ് വിർപ്പിച്ചില്ല, അവിടെ തന്നെ തോക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കിച്ചുക്കുട്ടൻ പറഞ്ഞാൽ തോക്ക് മതി എന്ന് പറഞ്ഞു കേട്ടോ. അതും അങ്ങോട്ട് ചോദിച്ചപ്പോൾ മാത്രം അവനിപ്പോൾ വേണമെന്ന് പറയത്തുള്ളൂ. അതുവരെ ഇങ്ങനെ ചുമ്മാ നമ്മളെ നോക്കത്തേ ഉള്ളൂ കേട്ടോ. അത് കാണുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് സങ്കടമല്ലേ. അപ്പോൾ ഒരാൾട്ടൻ പറഞ്ഞ് എന്നാൽ ഒരു തോക്ക് വാങ്ങിക്കാൻ പറഞ്ഞ് തോക്ക് വാങ്ങിച്ചത്. ഇത് നമ്മുടെ മരണക്കിണറില്ലേ, അതാണ്. അതിനകത്തോട്ട് നമ്മൾ കയറിയില്ല കേട്ടോ. എവിടെ നോക്കിയാലും ഓരോരോ സംഭവങ്ങളാണ്. ഇത് ബലൂണൊക്കെ കണ്ടോ, അത് കാണുമ്പോൾ നമ്മൾ തന്നെ നോക്കി ഒന്ന് പോവല്ലേ. ഇത് തിരുനക്കര അമ്പലത്തിൻ്റെ വാതിക്കയാണ്. ഓരോ സ്ഥലത്തും ഓരോ പരിപാടികളാണ് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാം കാണിക്കാം. അപ്പോൾ ഇങ്ങനെ ഉത്സവത്തിന് പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതുപോലെ തിരുനക്കര ഉത്സവത്തിന് വന്നിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ബജിക്കടകളും ഒത്തിരി സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബജിക്കടയിൽ നിന്ന് നമ്മൾ ആകെ വാങ്ങിക്കുമെന്ന് പറയാനായിട്ട് കോളിഫ്ലവറിൻ്റെ അതിലേ അതും കിച്ചിക്കൊണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതും നമ്മൾ എവിടെ പോയാലും കാണുവാണെങ്കിൽ വാങ്ങിക്കും, നല്ല ടേസ്റ്റ്. പക്ഷേ എങ്കിൽ എല്ലാത്തിനും കൊള്ള വിലയായിരുന്നു കേട്ടോ. എന്നാ വാങ്ങിച്ചാലും 50 കുറഞ്ഞ സാധനങ്ങളില്ല. അപ്പോൾ അവിടെ തിരിഞ്ഞാലും എവിടെ തിരിഞ്ഞാലും ബലൂണ് തന്നെ ബലൂണ്. അപ്പോൾ അതൊന്നും വാങ്ങിക്കാൻ വേണ്ടി ഒന്നും പറയാത്തതുകൊണ്ട് അത് നമ്മൾ വാങ്ങിച്ചില്ല. കാരണം അതുമല്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് നല്ല ടൈറ്റാണ്. രാവിലെ ആയിട്ട് ജോലി സ്ഥലത്തൊന്നും വേറെ ജോലിയിലോട്ട് മാറുമോ എല്ലാം കൂടെ വന്നിട്ട് നമ്മൾ നല്ല ടൈറ്റായിരുന്നു. അപ്പം എന്നാലും പിള്ളേരെ ഒന്നും ഇതൊക്കെ കൊണ്ട് കാണിക്കല്ലോ എന്നോർത്ത് മാത്രം പോയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഒരു ജ്യൂസും വാങ്ങിച്ച് വെറും അഴുക്കായിരുന്നേ, പാലും വെള്ളം കുടിക്കുന്ന പോലെ തന്നെ നൈസായിട്ട് ഞാനത് കിച്ചിക്കൊണ്ട് കുറച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതൊരു ഗെയിമാണ്. എല്ലാം പറ്റിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കാണുമ്പോഴത്തേക്കും ഒരു കൗതുകം. 50 രൂപയായിരുന്നേ. 6 ബോൾ അവർ തരും. അത് നമ്മളിങ്ങനെ അവിടെ ഒരു നമ്പർ ഇത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കും 20 രൂപയ്ക്ക് മുകളിലോട്ട് മാത്രമേ ഉള്ളൂ സാധനങ്ങളുള്ളൂ. ടിവിയും നമ്മുടെ ഫോണും ഗ്യാസ് സ്റ്റൗവും എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ എറിഞ്ഞ ബോൾ വെറും എണ്ണി നോക്കിയപ്പോഴത്തേക്ക് 10 രൂപയുടെ അകത്താണ് നിന്നത്. അതുകൊണ്ട് 10 രൂപയുടെ സാധനം ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുന്നേ. പിന്നെ രാവിലേട്ടൻ പറഞ്ഞപ്പോൾ രാവിലേട്ടന് ഒന്ന് ആശ തോന്നി. പക്ഷേ പിന്നെ ഓർത്തോ വെറുതെ പൈസ കളഞ്ഞെന്ന് പറഞ്ഞ് എന്തിനാണെന്ന് ഓർത്ത് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞപ്പം അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഗാനമേള നടക്കുന്നതാണ്. ഞാൻ പാട്ടായിരുന്നത് കൊണ്ട് അത് മ്യൂട്ടാക്കിയിട്ടുണ്ട്. കാരണം കോപ്പിറൈറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പാട്ടിൻ്റെ അത് മ്യൂട്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ തിരക്കാണ് കേട്ടോ. ഇത് ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതും ഓരോ പരിപാടികളും എല്ലാവേ. അപ്പോൾ ആ ഗാനമേള നടക്കുന്നിടത്ത് തിരക്കാണ്. ഇത് ഭയങ്കര ആളായിരുന്നു കേട്ടോ. രാത്രി ഒരു 9:30 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ജോസ്കോടെ വാതിക്കെ വലിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്നാന്ന് ഇപ്പം കാണാവേ. കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ അത് തന്നെ ഇവിടെയുള്ള ആൾക്കാർ ഒത്തിരി കൂടി നിൽക്കുന്നല്ലോ. അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോൾ അതേ വലിയൊരു ആമ അകത്ത് വായുടെ അകത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ കൊടുത്ത് നല്ല രസമായിരുന്നു കാണാൻ. പക്ഷേ കിച്ചുക്കൂട്ടൻ കാറിക്കൊണ്ട് ഓടി കേട്ടോ അതിനെ തൊടിപ്പിക്കാൻ ചെന്നപ്പം. ബാക്കി പിള്ളേരെല്ലാം തൊട്ട് നോക്കുന്നുണ്ട്. ഇതുപോലെ അനങ്ങുന്ന പോലെ നല്ല കറക്റ്റ് നമ്മുടെ
പിന്നെ ആമയുടെ വലിയത് കേട്ടോ, കറക്റ്റ് നമ്മുടെ ജീവനുള്ള സംഭവം പോലെ തന്നെ. നമുക്ക് തന്നെ പേടിയും വരും, നല്ല കൗതുകമായിരുന്നു കേട്ടോ നോക്കി നിൽക്കുക. നമ്മുടെ ജോസ്കോക്കാർ എപ്പോഴും അങ്ങനെയാണല്ലോ, എന്തേലും പുതുമ അവർ കൊണ്ടുവരും. അപ്പോൾ ഇത്തവണ ആമയായിരുന്നേ അവിടെ വാതിക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗത്താണ് ഇതുപോലത്തെ പിള്ളേരുടെ സാധനങ്ങളും തൊട്ടിലാട്ടവും സംഭവങ്ങളും അല്ലാതെ ഞാൻ ഇപ്രാവശ്യം എല്ലാത്തിലും നോക്കിയൊന്നും അല്ലാതെ ഒന്നേലും കയറിയില്ല കേട്ടോ. ഒരു തവണ നമ്മളും കയറും അന്നും പറഞ്ഞു ഞാൻ ഇങ്ങനെ എല്ലാ സാധനത്തിലും എല്ലാവരും കയറുന്നതും അവരുടെ സന്തോഷവും എല്ലാം കണ്ടിങ്ങനെ നോക്കിയൊന്നു കേട്ടോ. നിർബന്ധിക്കാനൊന്നും പോയില്ല, കാരണം നമുക്കറിയാലോ നമ്മുടെ സാഹചര്യം. അതുകൊണ്ട് എല്ലാവരും കയറുന്നതും അവരുടെ ബഹളവും എല്ലാം കണ്ട് നിന്നിട്ട് നമ്മളെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു സ്ഥലത്തിലും കയറിയില്ല, കിച്ചുക്കുട്ടനെയും കയറ്റിയില്ല. നമുക്കും ഒരവസരമൊക്കെ വരുമല്ലോ എന്ന് വിശ്വസിക്കുന്നു. ദൈവം സഹായിച്ച് നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ടും പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ആ സമയത്ത് നമ്മൾ ഇതിലെല്ലാം കയറുമെന്നാണ് ഞാൻ അന്ന് അവിടെ നിന്നപ്പോഴത്തേക്കും എല്ലാ പിള്ളേരും കയറുന്ന കണ്ടപ്പോൾ നമുക്കും നമ്മുടെ പിള്ളേരെ കയറ്റണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ആ ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം ഒന്ന് കാണിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ പോന്നായിരുന്നേ. അപ്പോൾ എല്ലാവരും കയറുന്നതും അതെല്ലാം വീഡിയോ എല്ലാം എടുത്ത് നമ്മളിങ്ങനെ നോക്കി നിന്നു. അതിൻ്റെ വാതിക്കെ കയറണമെന്ന് ചോദിച്ചു രാവിലെ കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മളിത് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നല്ല രസമായിരുന്നു കേട്ടോ. തിരുനക്കര വന്നിട്ടുള്ള ആൾക്കാരൊക്കെ മറക്കാതെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനെ ചാടി കളിക്കാൻ നമ്മുടെ പാർക്കിലൊക്കെ കാണുന്നില്ല, അതുപോലത്തെ സംഭവങ്ങളുണ്ട്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഓരോ ഭാഗത്തായിട്ട് ഓരോ കാര്യങ്ങൾ. തിരുനക്കര വന്നിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇതൊക്കെ. പകലത്തെക്കാട്ടി കൂടുതൽ ആൾക്കാർ രാത്രിയിലാണ് കേട്ടോ. കാരണം ഇത് ലൈറ്റൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല രസമല്ലേ കാണാൻ. പകലും ആൾക്കാരുണ്ട്, എന്നാൽ വൈകിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അപ്പോൾ അവിടെ അനൗൺസ് ചെയ്ത് പറയുന്നുണ്ട് 30-ാം തീയതി മാർച്ച് 30 ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ച വരെ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ശിവൻ്റെ വലിയ രൂപങ്ങളുടെയൊക്കെ അതിനെയൊക്കെ സൗണ്ട് ഉണ്ടായിരുന്നിട്ട് ഞാനതെല്ലാം മ്യൂട്ടാക്കിയേക്കുവാണേ. കാരണം ഏത് ഭാഗത്തു നിന്നും നമുക്ക് ട്യൂണ് കേൾക്കുമ്പോഴത്തേക്ക് യൂട്യൂബുകാർ കോപ്പിറൈറ്റ് തരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനതെല്ലാം മ്യൂട്ടാക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അല്ല ഇതെല്ലാം കേൾപ്പിക്കായിരുന്നു. പക്ഷെ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ നമുക്ക് ഒരു പ്രയോജനം ഇല്ലാതായി പോകത്തില്ലേ. അതുകൊണ്ട് പാട്ടും ട്യൂണും വന്നത് എല്ലാം മ്യൂട്ടാക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ അതിൻ്റെയൊക്കെ കേൾപ്പിക്കുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇപ്പുറത്തെ ഭാഗത്തോട്ട് വന്നേ. എവിടെ നോക്കിയാലും ബേൽപൂരിയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടമാണ്. കാശിക്കും ആദ്യമായിട്ടാണ് കൊടുത്തത്. കാശിക്കും ഇഷ്ടപ്പെട്ടായിരുന്നേ. നിമിഷ നേരങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് തീരുന്നത്. ഇതുകൊണ്ട് ഇത് തീരാറായപ്പോഴത്തേക്ക് ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ 4-5 കടക്കാരുണ്ട് ഇത് തന്നെയായിട്ട്. എല്ലായിടത്തു നിന്നും ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഇല്ല അതിനെ, കടലയും നമ്മുടെ പച്ചക്കറികളും എല്ലാം കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, കിച്ചുകൂട്ടനും കൊടുക്കുന്നുണ്ട്. നമ്മളിന്നാൾ നമ്മുടെ നാഗമ്പഴത്ത് ഒരു പരിപാടി വന്നില്ലേ, മറൈൻ എക്സ്പോ, അന്നും ഞങ്ങളിത് വാങ്ങിച്ചായിരുന്നേ. അന്ന് മുതൽ ഞാനും കിച്ചുക്കുട്ടനും ഇതിൻ്റെ ഫാനാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമ്മുടെ തിരുനക്കരയിൽ പോയപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമേ തൊള്ളിയൊന്നും കളഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് കിച്ചുക്കുട്ടൻ ഞാനും കഴിച്ചു, കിച്ചുക്കുട്ടനും കൊടുത്തേ. കാശ് നോക്കിയിരിപ്പുണ്ട്, കാശിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ലേ. പിന്നെ ഇവിടെ കടലകളെല്ലാം വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഒരു സാധനം പോലും നമ്മൾ വേറെ വാങ്ങിച്ചില്ല, തോക്ക് മാത്രമേ വാങ്ങിച്ചുള്ളേ. നമ്മൾ ഇനിയും പോകുമ്പോഴത്തേക്കും എല്ലാം വാങ്ങിക്കുമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. അപ്പോഴത്തേ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിള്ളേരെ ഇതൊക്കെ കൊണ്ട് കാണിക്കുന്നത് നല്ലതല്ല, അവർക്കൊരു സന്തോഷം, അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. അന്നാണെങ്കിൽ പകൽപ്പൂരത്തിനാണ് പോകാൻ വേണ്ടി വന്നപ്പോൾ ഭയങ്കര മഴയായിട്ട് നമുക്ക് പോകാനും പറ്റിയില്ലായിരുന്നേ. കഴിഞ്ഞ തവണ പകൽപ്പൂരത്തിനൊക്കെ കൊണ്ടുപോയായിരുന്നു കേട്ടോ കിച്ചുക്കുട്ടനെ. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മൈലാഞ്ചിക്കാരൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇടുന്ന കാണുമ്പോഴത്തേക്കും അമ്മരെ പോയി കയ്യെ വരപ്പിക്കുമായിരുന്നു. ഇത്തവണ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം വന്ന് ഇഷ്ടം പോലെ സാധനം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ സാധനങ്ങളും ചിന്തക്കടക്കാരും എല്ലാമാണ്. ഉത്സവത്തിന് പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നും പറയണ്ടല്ലോ. അന്നേരം ഇതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ നമ്മുടെ ഈ വശത്തെ തിരുനക്കര ഉത്സവം കഴിയാറായി. മാർച്ച് 30 വരെയുണ്ട്. പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് പോയി പിള്ളേരെയൊക്കെ ഇതൊക്കെ ഒന്ന് കാണിച്ച് നോക്കണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കൃഷ്ണൻ്റെ രൂപങ്ങളൊക്കെ കണ്ടോ, ഇതുപോലത്തെ സാധനങ്ങളും എല്ലാം ഉണ്ട്. ബുക്കുകളും നമ്മുടെ മയിൽപ്പീലിയും മാലകളും വിഗ്രഹങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളുടെ പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ നമ്മുടെ കാറയിലൊക്കെ ഇടുന്ന വണ്ടിയിലൊക്കെ ഇടുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, ആനയുടെ നെറ്റിപ്പട്ടം പോലത്തെ അതുപോലത്തെ സംഭവങ്ങളാണ് കേട്ടോ. കാണാൻ നല്ല രസമില്ലേ. അപ്പോൾ ഉത്സവത്തിന് പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ തോക്ക് ഇതാണ് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ വളച്ചിട്ട് അതിനകത്ത് തീപ്പെട്ടിട്ടാണ് കേട്ടോ കൂട്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഉത്സവം.